ബാർക്കോഴ കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് അന്വേഷണം നാളെ ആരംഭിക്കും. വിജിലൻസ് ഡിവൈഎസ്പി എം.എൻ. രമേശിനാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം. പോളിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം റേഞ്ച് എസ്.പി കെ.എം. ആന്റണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു. 45 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ബാർക്കോഴ കേസ് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രമമെന്ന് വി.എസ്. അച്യുതാനന്ദൻ. കെ ബാബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നും സമ്മർദ്ദമുണ്ടെന്ന വിജിലൻസ് ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ അവിശ്വസിക്കേണ്ടതില്ലെന്നും വി.എസ്. പറഞ്ഞു. ബാബുവിനെതിരായിട്ട് ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ബിജു രമേശ് തന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മിസ്റ്റർ ബാബുവിന് എന്തുകൊണ്ട് നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ സന്നദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞുകൂടാ എന്ന് ഞാൻ ചോദിക്കുകയാണ്. JDU സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാറുമായി ഇന്ന് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് പഠിച്ച UDF ഉപസമിതി റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് UDFൽ JDU ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അനുനയ ചർച്ച നടന്നത്. JDU നേതാവ് MP വീരേന്ദ്രകുമാറുമായി കോഴിക്കോട്ടെ വസതിയിലെത്തി 1 മണിക്കൂറോളമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തിയത്. പാലക്കാട് തിരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിച്ച ഉപസമിതി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കണമെന്ന കാര്യവും UDFനകത്ത് JDU നേരിടുന്ന പ്രശ്നങ്ങളുമെല്ലാം MP വീരേന്ദ്രകുമാർ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി. JDU മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ന്യായമാണെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇവിടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, പാലക്കാട്ടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ആ ഉന്നയിച്ച കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ അത് അവരുന്നയിച്ച ശരി എന്നുള്ള ഇതിലാണ്. അത് ഞങ്ങൾ ചർച്ചയിലൂടെ അത് ഏറ്റവും വേഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകും. പാലക്കാട് ഉപസമിതി റിപ്പോർട്ട് തന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. റിപ്പോർട്ടിന്മേലുള്ള നടപടി ചർച്ച ചെയ്ത് വേഗത്തിലാക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അതേസമയം പാർട്ടി ഉന്നയിച്ച പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ഉൾക്കൊണ്ടതിൽ സന്തോഷമുണ്ടെന്നും UDF വടക്കൻ മേഖലാ ജാഥ വിജയിപ്പിക്കുന്നതിനായി JDU മുന്നിട്ടിറങ്ങുമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ബാക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സംഘടനാപരമായി അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചർച്ച നടത്തി വേണ്ട തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ UDF കമ്മിറ്റികളിൽ JDUവിന് കൂടുതൽ സ്ഥാനങ്ങൾ നൽകുമെന്ന് ചർച്ചയിൽ MP വീരേന്ദ്രകുമാറിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായാണ് സൂചന. എന്നാൽ പാലക്കാട് ഉപസമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ പൂർണ്ണമായും നടപ്പിലാക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. പ്രശ്നപരിഹാരത്തിനുള്ള അടുത്ത ഘട്ടമെന്ന നിലയിൽ ചൊവ്വാഴ്ച MP വീരേന്ദ്രകുമാറുമായി തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തും. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് VM സുധീരൻ തുടങ്ങിയവർ പങ്കെടുക്കും. JDU UDFനകത്ത് ഉയർത്തിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാവുമോ എന്ന കാര്യം രണ്ടാം ഘട്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവൂ. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കടുത്ത ഭിന്നത. ബോർഡ് യോഗം അലസിപ്പിരിഞ്ഞു. പ്രസിഡന്റും അംഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പ്രസിഡന്റിനെ വീറ്റോ ചെയ്ത് അംഗങ്ങൾ തീരുമാനമെടുത്തു. ബോർഡിൽ ഭരണ പ്രതിസന്ധി. ജീവനക്കാരുടെ പ്രമോഷൻ നടപടികൾ തടസ്സപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ ഒരു പക്ഷത്തും അംഗങ്ങളായ സുഭാഷ് വാസുവും PK കുമാരനും മറുപക്ഷത്തും നിലയുറപ്പിച്ചതോടെയാണ് ബോർഡിൽ ഭരണപ്രതിസന്ധി രൂപപ്പെട്ടത്. അഴിമതി കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയെ സ്ഥാനക്കയറ്റം നൽകുന്നതിനെ ചൊല്ലിയാണ് ബോർഡിൽ പ്രതിസന്ധി രൂപപ്പെട്ടത്. ദേവസ്വം വിജിലൻസ് ആരോപണ വിധേയനാക്കിയ പറവൂർ അസിസ്റ്റന്റ് കമ്മീഷണർ C സന്തോഷ് കുമാറിനെ ഡെപ്യൂട്ടി കമ്മീഷണറാക്കണമെന്ന് MP ഗോവിന്ദൻ നായർ ശഠിച്ചു. എന്നാൽ ഇതിനെ എതിർത്ത അംഗങ്ങൾ പ്രസിഡന്റിന്റെ തീരുമാനത്തെ വീറ്റോ ചെയ്തതോടെ നിർദ്ദേശം പരാജയപ്പെട്ടു. തന്റെ നിർദ്ദേശം പരാജയപ്പെട്ടതിൽ കുപിതനായ പ്രസിഡന്റ് ഒരാളൊഴികെയുള്ള മറ്റു ജീവനക്കാരുടെ പ്രമോഷൻ നടപടികളുടെ ഫയലിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല. ഇതോടെ മറ്റ് അജണ്ടകളിലേക്ക് കടക്കാതെ ബോർഡ് യോഗം അലസിപ്പിരിയുകയായിരുന്നു. വിരമിച്ച ബോർഡ് സെക്രട്ടറി ബാലചന്ദ്രൻ നായർക്ക് പകരം പുതിയ ദേവസ്വം സെക്രട്ടറി അടക്കം തീരുമാനിക്കേണ്ടിയിരുന്ന അജണ്ടകളുള്ള നിർണായകമായ യോഗമാണ് അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനമെടുക്കാതെ പിരിഞ്ഞത്. ദേവസ്വം സെക്രട്ടറിയുടെ ചുമതല അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാറിനാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടെ ദേവസ്വം സെക്രട്ടറിയെ വഴിവിട്ട് നിയമിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിലടക്കം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ സീനിയോറിറ്റി മറികടന്ന് ബോർഡ് സെക്രട്ടറിയാക്കാനുള്ള അണിയറ നീക്കങ്ങളും തകൃതിയായി നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ബോർഡ് യോഗത്തിൽ വെച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസം കാരണം ഇതും പരിഗണിക്കാനായില്ല. ബോർഡിലെ അഭിപ്രായ ഭിന്നതയിൽ വരും ദിവസങ്ങളിൽ സർക്കാർ ഇടപെട്ടേക്കുന്നതാണ് സൂചന. S ജീവൻകുമാർ, തിരുവനന്തപുരം. MP വീരേന്ദ്രകുമാറിന്റെ കാല് തീരുമാനമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോട്ട് വന്നതെന്ന് PC ജോർജ്. വീരേന്ദ്രകുമാറിനെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ അപമാനിതരാക്കി.
വീരേന്ദ്രകുമാറിനോട് കാണിച്ചത് വഞ്ചനയാണെന്ന് ഇപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി സമ്മതിച്ചത് നന്നായെന്നും പി സി ജോർജ് കോഴിക്കോട് പറഞ്ഞു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സോളാർ കേസിൽ തന്നെ ബലിയാടാക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ബിജു രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം മൂലമാണ് മന്ത്രിമാരുടെ പേരുകൾ വെളിപ്പെടുത്താതിരുന്നത്. മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയത് എറണാകുളത്തെ വിവാദ ഗസ്റ്റ് ഹൌസ് ചർച്ചാവേളയിലാണെന്നും ബിജു പറഞ്ഞു. മന്ത്രിമാരുടെ പേരുകൾ കോടതിയിൽ വ്യക്തമാക്കുമെന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് പറഞ്ഞു. സോളാർ കേസിൽ തന്നെ ബലിയാടാക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് വ്യക്തമാക്കി. എറണാകുളത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള വിവാദ കൂടിക്കാഴ്ചാ വേളയിൽ കേസിൽ ഉൾപ്പെട്ട മന്ത്രിമാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനത്തെ തുടർന്നാണ് ഈ മന്ത്രിമാരുടെ പേരുകൾ പിന്നീട് പറയാതിരുന്നതെന്നും ബിജു വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ കോടതിയിൽ വ്യക്തമാക്കുമെന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് പറഞ്ഞു. ഗസ്റ്റ് ഹൌസ് ചർച്ചയുടെ അതേ ദിവസം തന്നെ, കാരണം അന്ന് തന്നെ CM വാഗ്ദാനം തന്ന അനുസരിച്ചാണ് മന്ത്രിമാർക്കെതിരെ യാതൊരു ഇതും കൊടുക്കാതിരുന്നത്. കാരണം ഇത്രയും മന്ത്രിമാരുടെ ഇംപാർട്ടിസിപ്പേഷൻ അന്നേ വ്യക്തമാക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അന്ന് CM പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് കൊടുക്കാതിരുന്നത്. അന്നേരം ഇനിയിപ്പോൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ACJM ഓൾറെഡി പരാതി കൊടുക്കാം എന്ന് വെച്ചത്. അന്നേരം ഞാൻ എന്തായാലും ACJM പരാതിയുമായിട്ട് തന്നെ മൂവ് ചെയ്യാണ് കോടതിയിലോട്ട് തന്നെ. കാരണം എനിക്കെതിരെ നടന്ന എല്ലാ അനീതികൾക്കെതിരെ ഇവർ വാഗ്ദാനം നൽകി മാത്രമാണ് എന്നെ തടഞ്ഞു നിർത്തിയത് എന്ന് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും കോടതിക്ക് ഞാൻ വ്യക്തമാക്കുകയാണ്. എന്നെ മാത്രം ബലിയാടാക്കിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതായത് ഇപ്പം എന്നെയും ഷാലുവിനെയും അമ്മയും മാത്രം ബലിയാടാക്കിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരിച്ചു പ്രതികരിക്കും. എറണാകുളത്ത് ബിജു രാധാകൃഷ്ണനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നേരത്തെ വിവാദമായെങ്കിലും നാളിതുവരെ കൂടിക്കാഴ്ച സംബന്ധിച്ച വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പുറത്തു പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കേസിൽ ഉൾപ്പെട്ട മന്ത്രിമാരുടെ പേരുകളാണ് താൻ പറഞ്ഞതെന്ന് ബിജു വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സരിത S. നായർ പത്തനംതിട്ട ജയിലിൽ വെച്ചെഴുതിയ കത്ത് സരിത തന്നെ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചിരുന്നു. KC വേണുഗോപാൽ, PC വിഷ്ണുനാഥ്, ആര്യാടൻ മുഹമ്മദ്, KP അനിൽകുമാർ, അടൂർ പ്രകാശ്, ജോസ് കെ മാണി എന്നിവരുടെ പേരുകൾ ഈ കത്തിൽ വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഈ പേരുകൾ തന്നെയാണ് താൻ മുഖ്യമന്ത്രിയെ അറിയിച്ചതെന്നാണ് ബിജു പീപ്പിളിനോട് ക്യാമറയ്ക്ക് പിന്നിൽ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സോളാർ ബന്ധങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ബിജു രാധാകൃഷ്ണൻ പുറത്തുവിടുമെന്ന സൂചനയാണ് നൽകുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊച്ചിയിലെ അൽ സറഫ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തിവന്നിരുന്ന തട്ടിപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെ തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ഡിസംബർ 25-ന് പുതുപ്പള്ളിയിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷവും മുഖ്യമന്ത്രിയുടെ സുഹൃത്തുകൂടിയായ ഉതുപ്പ് വർഗീസ്, മാനേജിംഗ് ഡയറക്ടറായ അൽ സറഫ കോടികളാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിയെടുത്തത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ കൊച്ചിയിലെ അൽ സറഫ നഴ്സിംഗ് സ്ഥാപനത്തിനായിരുന്നു കരാർ. ഇതനുസരിച്ച് ഒരാളിൽ നിന്ന് 19,500 രൂപ വീതം ഏജൻസി ഫീസ് ഈടാക്കാമെന്നും ധാരണയുണ്ടായിരുന്നു. എന്നാൽ അൽ സറഫ ഈടാക്കിയതാകട്ടെ 19.5 ലക്ഷം രൂപ വീതവും. ആദ്യഘട്ടത്തിൽ ജോലി നേടി കുവൈറ്റിൽ എത്തിയ ഭൂരിഭാഗം പേർക്കും ജോലി നഷ്ടമായി. ഏജൻസി നൽകേണ്ട കൃത്യമായ രേഖകളുടെ അഭാവമായിരുന്നു കാരണം. ജോലി നഷ്ടപ്പെട്ടവർ ഡിസംബറിൽ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി. ഉടൻ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും അദ്ദേഹം അത് പാലിച്ചില്ല. തുടർന്ന് ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പുതുപ്പള്ളിയിലെ വസതിക്ക് മുന്നിൽ ജോലി നഷ്ടമായവർ നിരാഹാരമനുഷ്ഠിച്ചു. ഇക്കാര്യം പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായി പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് തുടങ്ങിയ ആശ്രയ ട്രസ്റ്റിന്റെ സ്ഥാപക ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു അൽ സറഫ ഉടമ ഉതുപ്പ് വർഗീസ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും തട്ടിപ്പ് നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ ആദായനികുതി വകുപ്പിനടക്കം പരാതി നൽകിയതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത്. തുടർന്ന് CBI നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസും കൂട്ടാളിയാണെന്ന് വ്യക്തമായി. വിദേശത്തുള്ള അൽ സറഫ ഉടമ വർഗീസിനെയും CBI പ്രതി ചേർത്തു. ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെത്താൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും ഉതുപ്പ് ഹാജരായിട്ടില്ല. ചൊവ്വാഴ്ച ഉതുപ്പിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. ഉതുപ്പിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പ്രമുഖ അഭിഭാഷകനും BJP നേതാവുമായ ശ്രീധരൻപിള്ളയാണ്. ഡിസംബറിൽ ഉതുപ്പ് വർഗീസിന്റെ സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാതിരുന്നത് മൂലം നിരവധി പേർ വീണ്ടും തട്ടിപ്പിനിരയായി. മുഖ്യമന്ത്രി തന്റെ സുഹൃത്തായ ഉതുപ്പിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാവുകയാണ് തട്ടിപ്പിനെതിരെ നടപടിയെടുക്കാതിരുന്നത്. കൊച്ചിയിൽ നിന്നും KG ദിനകർ. മുഖ്യമന്ത്രി അഴിമതി വകുപ്പിന്റെ തലവനാണെന്ന് PC ജോർജ് ആരോപിച്ചു. മുഖ്യമന്ത്രിയെ പുറത്താക്കി കൊള്ളാവുന്നവരെ നേതൃത്വം ഏൽപ്പിക്കണമെന്നും കേരള കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും PC തുറന്നടിച്ചു. ജനസമ്പർക്കമെന്ന തട്ടിപ്പ് പരിപാടി അവസാനിപ്പിക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്നത് രാജഭരണകാലത്ത് രാജാവിനെ മുഖം കാണിക്കുന്നവർക്ക് കപ്പം എഴുതി കൊടുക്കുന്നു, കപ്പം വേണ്ടെന്ന് വെച്ച് കൊടുക്കുന്നു, പിന്നെ താടി കൊണ്ട് കണ്ടില്ല ഇങ്ങനെ ഈ പ്രദേശം മുഴുവൻ നിൻ്റെതാണെന്നൊക്കെ പറയുന്നു. ഈ പ്രദേശം മുഴുവൻ
അപ്പോൾ ഏക്കറൊന്നുമല്ല ഈ പ്രദേശം മുഴുവനേ. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി കുടയല്ലേ. ഇത് ആരോട് ചോദിക്കുന്നു? ആരുടെ കാശ്? ആരുടെ പണം ഇത്? കൊടുക്കാൻ എന്ത് അധികാരം മുഖ്യമന്ത്രിക്ക്? ഉണ്ടാക്കി ക്യാബിനറ്റ് തീരുമാനിച്ച് എന്ത് ഉയരക്കേടും കാണിക്കാം. അതുകൊണ്ടാണല്ലോ അഴിമതിയെല്ലാം ദേശസാൽക്കരിച്ച് കളഞ്ഞത്. ഒരു പെണ്ണ് കയറി വിരിഞ്ഞടിക്കുകയല്ലേ നാട് മുഴുവൻ. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? അവൾ ഇടത്ത് കയറി വലത്ത് കയറി മുന്നോട്ടടിച്ച് പുറകോട്ടടിച്ച് പൂഴി കടകടിച്ച് പോകില്ലേ. മന്ത്രിമാരെ കൂട്ടിയില്ലേ അടിക്കുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ഈ നാടിൻ്റെ കഷ്ടകാലം എന്നുള്ള എന്താ പറയുക? അതാ പറഞ്ഞതൊന്ന് മാറട്ടെ, പ്രതിച്ഛായ നന്നാക്കാൻ ശ്രമിക്കട്ടെ. ഒരു രൂപ കൊടുത്തിട്ടില്ല. ഞാൻ നോക്കി കഴിഞ്ഞ ആഴ്ച വരെ എടുത്തു. DGP നിയമനത്തിൽ മുഖ്യമന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 30-ന് ശേഷം നിയമനം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ യോജിച്ചു മാത്രമേ തീരുമാനം കൈക്കൊള്ളൂവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. DGP നിയമനത്തിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. മെയ് 30-ാം തീയതി ശ്രീ കെ ബാലസുബ്രഹ്മണ്യം DGP റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ ഏകകണ്ഠമായി ഒരു പേര് ആ സ്ഥാനത്തേക്ക് ഗവൺമെൻറ് നിർദ്ദേശിക്കും. ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ആഭ്യന്തര വകുപ്പിൽ ഒരു തർക്കവുമില്ല, മുഖ്യമന്ത്രിക്ക് ഒരു തർക്കവുമില്ല. യോജിച്ച ഒരു തീരുമാനം മെയ് 30 കഴിഞ്ഞാൽ DGP കാര്യത്തിൽ ഉണ്ടാകും. അത് ഗവൺമെൻറ് പരിശോധിക്കുന്ന കാര്യമാണ്. പക്ഷേ യോജിച്ച തീരുമാനം ഉണ്ടാകും. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിലൊന്നും ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിലില്ല. യോജിച്ച ഒരു തീരുമാനം ഈ കാര്യത്തിലുണ്ടാകും. അത് കേരള ജനതയ്ക്ക് സ്വീകാര്യമായ തീരുമാനമായിരിക്കും. ആയിട്ടില്ല. മെയ് 30 വരെ ബാലസുബ്രഹ്മണ്യം തുടരുകയല്ലേ. സംഘപരിവാർ നേതാക്കളായ ശശികലയെയും ഡോക്ടർ ഗോപാലകൃഷ്ണനെയും സ്വാമി ഉദിത് ചൈതന്യയെയും ബ്രിട്ടൻ സന്ദർശിക്കുന്നതിൽ നിന്ന് വിലക്കി. മതസ്പർദ്ധ പടർത്തുന്ന പ്രസംഗങ്ങൾ നടത്തുന്നവരാണെന്ന പരാതിയെ തുടർന്നാണ് വിലക്ക്. ഹിന്ദു സമാജത്തിന്റെ യോഗത്തിനായാണ് മൂവരും ബ്രിട്ടൻ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് ഒരു കൂട്ടം മലയാളികൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഇവർക്ക് വിസ നിഷേധിച്ചത്. ആദ്യം വിസ അനുവദിച്ചെങ്കിലും പരാതികളെ തുടർന്ന് വിസ റദ്ദാക്കുകയായിരുന്നു. ഭൂകമ്പത്തിൽ നേപ്പാൾ തകർന്നപ്പോൾ അയൽരാജ്യമായ ഭൂട്ടാനാകട്ടെ പ്രകൃതിദത്ത ദുരന്ത നിവാരണ മാർഗങ്ങളിലൂടെ ഏത് പ്രകൃതിക്ഷോഭത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. വീട് മുതൽ വിമാനത്താവളം വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിദത്തമാണെന്ന് ഇവിടെ നിയമം നിഷ്കർഷിക്കുന്നു. ലോകത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ള രാജ്യമാണ് ഭൂട്ടാൻ. ഏറ്റവും അധികം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മാത്രമേ സർക്കാർ അനുമതി നൽകൂ. ഉൾനാടൻ ഗ്രാമങ്ങളിലാകട്ടെ ഒട്ടുമിക്ക വീടുകളും മുളകൾ കൊണ്ടും മരപ്പലകകൾ കൊണ്ടും നിർമ്മിച്ചവയാണ്. ലോകത്ത് തന്നെ വിമാനമിറക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാരോ വിമാനത്താവളം ഭൂട്ടാനിലാണ്. മലമടക്കുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിമാനത്താവളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമെങ്കിൽ മലകൾ ഇടിച്ചു നിർത്തേണ്ടി വരും. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകർത്തുള്ള വികസനം വേണ്ടെന്ന തീരുമാനമെടുത്ത ഭൂട്ടാൻ സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ മാത്രമേ ആത്യന്തിക സന്തോഷം ജനങ്ങൾക്ക് അനുഭവിക്കാനാവൂ എന്നും ലോകം ഭൂട്ടാനെ മാതൃകയാക്കണമെന്നും തിമ്പുവിലെ നാഷണൽ ഹാപ്പിനെസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ സാംതു ഛേത്രി പറയുന്നു. The awareness has been dawned in the entire world. It has come, definitely, but we need to bring it in a much faster and bigger way. വീട് നിർമ്മിക്കുന്നതിനായി മരം മുറിക്കാം, എന്നാൽ മുറിച്ചു മാറ്റുന്ന ഓരോ മരത്തിനും പകരം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കണമെന്നും നിയമം നിഷ്കർഷിക്കുന്നു. രാസവളങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഭൂട്ടാനിൽ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ ഭൂകമ്പം ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കാനാവുമെന്നാണ് ഭൂട്ടാനുകാരുടെ വിശ്വാസം. തിമ്പുവിൽ നിന്നും പീപ്പിൾ ടിവിക്ക് വേണ്ടി കെ രാജേന്ദ്രൻ.